ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെഷീനറിയിലെ പാർട്ട് 1 ആണ്. പാർട്ട് 1 എന്ന് പറയുമ്പോൾ ഇമ്പാക്ട് ഓഫ് ജെറ്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഫ്ലൂയിഡ് മെഷീനറിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഇമ്പൾസ് ആൻഡ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് ആൻഡ് മൊമെന്റം പ്രിൻസിപ്പിൾ നിന്നാണ് നമ്മൾ ഇമ്പാക്ട് ഓഫ് ജെറ്റിന്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഇമ്പൾസ്? ഇമ്പൾസ് ഈസ് എ ക്വാണ്ടിറ്റി that describes the effect of a net force acting on an object. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നെറ്റ് ഫോഴ്സിന്റെ ഇഫക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് ഇത് ഇമ്പൾസ്. അതേസമയം മൊമെന്റം ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഒബ്ജക്ട് റെസിസ്റ്റൻസ് ടു സ്റ്റോപ്പിംഗ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ ഫോഴ്സിന്റെ എഫക്റ്റിനെയാണ് ഇമ്പൾസ്. ആ ഫോഴ്സിന്റെ എഫക്റ്റ് കൊണ്ട് ആ ഒബ്ജക്ട് എന്ത് ചെയ്യും? നമ്മളൊരു ഒബ്ജക്റ്റിനെ നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ നോർമലി ദാറ്റ് ഒബ്ജക്ട് വിൽ റെസിസ്റ്റ്, അല്ലെ? അപ്പൊ അതിന്റെ റെസിസ്റ്റൻസിന്റെ ഒരു മെഷർ ആണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബേസിക്സ് ഓഫ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. സോ എനി ഒബ്ജക്ട് വിത്ത് മൊമെന്റം ഈസ് ഗോയിങ് ടു ബി ഹാർഡ് ടു സ്റ്റോപ്പ്. അതായത് മൊമെന്റം ഉള്ള ഏതൊരു ഒബ്ജക്റ്റിനെ നമുക്ക് നിർത്താനായിട്ട് കുറച്ച് പറ്റില്ല എന്നല്ല, നിർത്താനായിട്ട് എന്താണ്? ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ് ഫോർ എനി ഒബ്ജക്ട് ഹാവിംഗ് മൊമെന്റം. To stop such an object, it is necessary to apply force against its motion for a given period of time. അപ്പോ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പറയുന്നത് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ദാറ്റ് ഈസ് ദ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു ഇമ്പൾസ്. ഓക്കെ, an object experiences a force for a specific amount of time that results in change in momentum. അതായത് ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ഫോഴ്സ് ഒരു പർട്ടിക്കുലർ ടൈമിലേക്കാണ് അപ്ലൈ ആവുന്നുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ആക്ച്വലി റിസൾട്ടിങ് ഇൻ എ ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, ഇനി നമുക്ക് ഫ്ലൂയിഡ് മെഷീനറിയിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് ഇത്, ഇമ്പാക്ട് ഓഫ് ജെറ്റ്. ആക്ച്വലി കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ജെറ്റ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഡിഫറെന്റ് ഓറിയന്റേഷനിലുള്ള പ്ലേറ്റുകൾ, മൂവിങ് പ്ലേറ്റ്, വെർട്ടിക്കൽ പ്ലേറ്റ്, സ്റ്റേഷനറി പ്ലേറ്റ്, ഇൻക്ലൈൻഡ് പ്ലേറ്റ്, അങ്ങനെ ഒരുപാട് കോൺഫിഗറേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോന്നിനും നമ്മൾ ഈ ജെറ്റ് എത്ര ഫോഴ്സ് ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു പ്ലേറ്റിൽ എത്രയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. So when a jet of water strikes or impinges on a plate or vein, it exerts a force on it due to change in momentum, and this force, that is the hydrodynamic force, can be evaluated by using impulse momentum principle. നമ്മളൊരു ജെറ്റ് ഓഫ് വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. നോസിലിൽ നിന്ന് വരുന്ന ഒരു ജെറ്റ് ഓഫ് വാട്ടർ ഇസ് ആക്ച്വലി സ്ട്രൈക്കിംഗ് എ പ്ലേറ്റ്. അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? അതൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് സമയത്ത് എന്താണ്? ഡ്യൂ ടു എ ചേഞ്ച് ഇൻ മൊമെന്റം ദർ വിൽ ബി ആൻ അപ്ലൈഡ് ഫോഴ്സ്. ഈ ഫോഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനകത്ത് പല കോൺഫിഗറേഷൻസ് അവൈലബിൾ ആണ്. ഒന്നാമത്തെ കോൺഫിഗറേഷൻ ആണ് ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ്. പ്ലേറ്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണെങ്കിൽ വെലോസിറ്റി ഓഫ് പ്ലേറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ അതിൽ തന്നെ നമുക്ക് 3 കോൺഫിഗറേഷൻ വരും. ഒന്നാമത്തേത് വെൻ ഫ്ലാറ്റ് പ്ലേറ്റ് ഈസ് ഹെൽഡ് നോർമൽ ടു ദ ജെറ്റ്. അതായത് ജെറ്റിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ പ്ലേറ്റിന്റെ ഡയറക്ഷൻ എന്താണ്? 90 ഡിഗ്രി ആണ്. രണ്ടാമത്തെ കേസ് വെൻ ഫ്ലാറ്റ് പ്ലേറ്റ് ഈസ് ഹെൽഡ് ഇൻക്ലൈൻ ടു ജെറ്റ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ജെറ്റിന്റെ ഡയറക്ഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഫ്ലാറ്റ് പ്ലേറ്റിന് നമ്മളൊരു ആംഗിളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതാണ് രണ്ടാമത്തെ കോൺഫിഗറേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ദ വെൻ പ്ലേറ്റ് ഈസ് കർവ്ഡ്. ഇപ്പൊ നമ്മളൊരു ഇങ്ങനെ ജെറ്റ് വരുന്നു, അതിന് നമ്മൾ എന്താണ്? ഒരു കർവ്ഡ് പ്ലേറ്റിലേക്കാണ് നമ്മൾ ഫേസ് ചെയ്യിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി ദ തേർഡ് കേസ്. അപ്പോൾ ഇതെല്ലാം ഈ 3 കേസിൽ എന്താണ്? പ്ലേറ്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്, ഹാവിംഗ് വെലോസിറ്റി ഈക്വൽ ടു 0. സെക്കൻഡ് കേസ് ആണ് ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ ജെറ്റ് ഓൺ എ മൂവിംഗ് പ്ലേറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാം, ആൾറെഡി നമ്മുടെ ജെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിംഗ് എ വെലോസിറ്റി ഓഫ് വി, അല്ലെങ്കിൽ ഒരു വെലോസിറ്റി, പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്. ഓക്കെ, അതേ തന്നെ നമ്മൾ എന്താണ്? ഒരു പ്ലേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആ പ്ലേറ്റ് എന്താണ്? മൂവിംഗ് ആണ്. ഓക്കെ, ബോത്ത് ദ ജെറ്റ് ആസ് വെൽ ആസ് പ്ലേറ്റ് ആർ ഹാവിംഗ് വെലോസിറ്റി. ജെറ്റ് ആസ് വെൽ ആസ് പ്ലേറ്റ് ആർ ഹാവിംഗ് വെലോസിറ്റി. അതാണ് പാർട്ട് ബി. അതിലും വീണ്ടും 3 കോൺഫിഗറേഷൻ വരും. വെൻ പ്ലേറ്റ് ഈസ് ഹെൽഡ് നോർമൽ ടു ദ ജെറ്റ്. സെക്കൻഡ് വൺ പ്ലേറ്റ് ഈസ് ഹെൽഡ് ഇൻക്ലൈൻ ടു ദ ജെറ്റ്. മൂന്നാമത്തേത് വെൻ പ്ലേറ്റ് ഈസ് കർവ്ഡ്. ഇപ്പൊ ഈ 3 കേസ്, ഇപ്പൊ എല്ലാ കേസും നമ്മൾ 1 by 1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോന്നിലും അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്, അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ്, വർക്ക് ഡൺ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് പ്ലേറ്റ് ഈസ് സ്റ്റേഷനറി. ഫസ്റ്റ് കേസ് ഏതാ? ഫോഴ്സ് എക്സെപ്റ്റഡ് ഓൺ എ സ്റ്റേഷനറി ഫ്ലാറ്റ് പ്ലേറ്റ് ഹെൽഡ് നോർമൽ ടു ദ ജെറ്റ്.
ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗറിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. ഫോഴ്സ് എക്സെപ്റ്റഡ് ഓൺ എ സ്റ്റേഷനറി ഫ്ലാറ്റ് പ്ലേറ്റ് ഹെൽഡ് നോർമൽ ടു ജെറ്റ്. ഇപ്പൊ ഇവിടെ ഒരു പൈപ്പിന്റെ എൻഡിൽ നോസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നോസിൽ ഈസ് ആക്ച്വലി ഇൻക്രീസിംഗ് ദ വെലോസിറ്റി. So with the increased velocity, a jet is coming out of the nozzle and it is directly striking the plate. ഇവിടെ ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ള പോർഷൻ ആണ് എന്ത്, സ്റ്റേഷനറി പ്ലേറ്റ്. ഓക്കെ, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗത്തും ചെയ്തിട്ടുണ്ട്, അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ സ്റ്റേഷനറി പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ജെറ്റ് ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്ത ശേഷം എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ഡിഫ്ലക്റ്റഡ് ഇൻ ടു ടു ഡയറക്ഷൻ. വൺ ഈസ് ടുവേർഡ് ദ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് ദ അതർ വൺ ഈസ് ടുവേർഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ രണ്ട് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിസ്പ്ലേ ജെറ്റ് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്മോൾ ഡി എന്ന് പറയുന്നത് നോസിലിന്റെ ഡയമീറ്റർ ആണ്. സ്മോൾ ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ നോസിൽ. ക്യാപിറ്റൽ വി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ജെറ്റ്. അത് സ്മോൾ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ജെറ്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, let A is the cross-sectional area of the object and a capital V is the velocity of the jet. The jet after striking the plate, that is the vertical plate, it will get directed through 90 degree, but it will move on and off the plate with the velocity V. If we neglect the friction between jet and the plate, it is possible when the plate is smooth. അതായത് പറയുന്നത്, ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ്, ദാറ്റ് ഇസ് വെർട്ടിക്കൽ പ്ലേറ്റ്, വിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ത്രൂ 90 ഡിഗ്രി, ബട്ട് ഇറ്റ് വിൽ മൂവ് ഓൺ ആൻഡ് ഓഫ് ദ പ്ലേറ്റ് വിത്ത് വെലോസിറ്റി വി. ഇഫ് വി നെഗ്ലക്ട് ഫ്രിക്ഷൻ, ദ ജെറ്റ് ആൻഡ് പ്ലേറ്റ് ഈസ് പോസിബിൾ, ദ പ്ലേറ്റ് ഈസ് സ്മൂത്ത്. അതായത് പ്ലേറ്റ് സ്മൂത്ത് ആണ്, അതിനകത്ത് ഫ്രിക്ഷൻ ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് എക്സിറ്റിംഗ് ദ പ്ലേറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ത്രൂ 90 ഡിഗ്രി വിത്ത് വെലോസിറ്റി വി. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ, the velocity of the liquid coming off the plate will be slightly less than v. Original velocity എങ്ങാണ്ട് കുറവായിരിക്കും, കാരണം ഫ്രിക്ഷൻ പ്രസന്റ് ആയതുകൊണ്ട് velocity will be less than v. Then the force exerted by the jet on the plate, assuming it smooth in the direction of jet x, that is equal to fx. അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വർക്ക് ഡൺ എല്ലാം കണ്ടുപിടിക്കേണ്ട കേസ് വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്താണ്, ഫോഴ്സ് എക്സർട്ട് ചെയ്ത ആ ഡയറക്ഷനിലേക്ക് ബോഡി അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സോ വി ആർ ഓൾവേസ് കൺസിഡറിങ് എഫ് എക്സ് അല്ലെ, എക്സ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എക്സ് ഡയറക്ഷനിൽ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, സോ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്, അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ, ഇനീഷ്യൽ മൊമെന്റം മൈനസ് ഫൈനൽ മൊമെന്റം. സോ മൊമെന്റം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ മാസ് പെർ സെക്കൻഡ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ജെറ്റ് ബിഫോർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് മൈനസ് വെലോസിറ്റി ഓഫ് ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ്. നമുക്കറിയാലോ, ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഈ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഇവിടെ നമ്മളെ മാസിനെ നമ്മൾ എന്ത് ചെയ്തു, റോ ഇൻറ്റു എ ഇൻറ്റു വി എന്ന് എഴുതി. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. മാസ് ഈസ് ഈക്വൽ ടു, ഫ്ലൂയിഡ് മെക്കാനിക്സ് എല്ലാം നമ്മൾ യൂഷ്വലി ഉപയോഗിച്ച് വരുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. മാസ് ഈക്വൽ ടു rho into a into v, where the rho is the density, a is the area and v is the velocity. Okay, അപ്പോൾ ഏരിയ ഓഫ് ദ ജെറ്റ് നമുക്കറിയാം π/4 d square ആണ്, where d is the diameter, dv the diameter of the jet. The jet leaves in the direction normal to x axis, the final velocity in the x direction will be 0. അപ്പോൾ ഇവിടെ ഫിഗറിൽ നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മൾ എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എത്രയാണ് ഫോഴ്സ് അപ്ലൈഡ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രൈക്ക് ചെയ്ത ശേഷം പിന്നെ ഇങ്ങോട്ട് എക്സ് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് ഇല്ല, പിന്നെ അത് ഡിഫ്ലക്ട് ചെയ്ത് വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലറിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അവിടെയുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദ ജെറ്റ് ലീവ്സ് ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു എക്സ് ആക്സിസ്, ദ ഫൈനൽ വെലോസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0. സോ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് മൈനസ് ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആണ്. ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്താണ്, 0 ആണ്, കാരണം 90 ഡിഗ്രിയിലാണ് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഈ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്ത ശേഷം ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അത് മൂവിങ് ആണെങ്കിൽ മാത്രമേ അവിടെ വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് മൂവിങ് അല്ല, കാരണം പ്ലേറ്റ് ഫിക്സഡ് ആണ് അല്ലെങ്കിൽ സ്റ്റേഷനറി ആണ്. അതുകൊണ്ട് വർക്ക് ഡൺ ഓൺ ദ പ്ലേറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് കേസ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ എ വി സ്ക്വയർ. വർക്ക് ഡൺ ഇവിടെ 0 ആണ്. ഇനി രണ്ടാമത്തെ കേസ്,
ഫോഴ്സ് എക്സെപ്റ്റഡ് ഓൺ എ സ്റ്റേഷനറി ഫ്ലാറ്റ് പ്ലേറ്റ് ഹെൽഡ് ഇൻക്ലൈൻഡ് ടു ദ ജെറ്റ്. കോൺഫിഗറേഷൻ നേരത്തെ എല്ലാം സെയിം ആണ്, പക്ഷെ എന്താണ്, ദ പ്ലേറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞ ഇവിടെ തീറ്റയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഫോഴ്സിനെയും അതുപോലെ തന്നെ വെലോസിറ്റി എല്ലാം എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് റിസോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, നോക്കാം. The stationary flat plate inclined at a theta degree to the direction of horizontal jet. If A and V are the cross-sectional area and velocity of the jet respectively, the mass of liquid per second എന്താണ്, rho AV നമ്മൾ നേരത്തെ പറഞ്ഞു. Mass of the liquid striking per second rho AV ആണ്. After striking the plate, assuming it to be smooth, jet leaves the plate with a velocity equal to initial velocity. Applying the impulse momentum principle in the normal direction, Fn is equal to rho a v into v sin theta minus 0 is equal to rho a v square sin theta. That is, component of velocity normal to the plate is v sin theta. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, component of velocity in the normal direction എന്താണ്, v sin, ഇത് v ആണ്. ഇത് v ആകുമ്പോൾ എന്താണ്, ഇപ്പൊ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, തീറ്റയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കേസിൽ എന്ത് വരും, ദിസ് ഈസ് വി അല്ലെ. ഇപ്പൊ വി സൈൻ തീറ്റ. ഇപ്പൊ കമ്പോണന്റ് ഓഫ് ഡയറക്ഷൻ, കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ നോർമൽ ഡയറക്ഷൻ എന്ത് വരും, റോ എ വി ഇൻറ്റു വി സൈൻ തീറ്റ മൈനസ് 0. കമ്പോണന്റ് ഓഫ് വെലോസിറ്റി നോർമൽ ടു ദ പ്ലേറ്റ് ഈസ് വി സൈൻ തീറ്റ. ഫൈനൽ എന്താണ്, 0 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് റോ എ വി ഇൻറ്റു വി സൈൻ തീറ്റ, റോ എ വി സ്ക്വയർ സൈൻ തീറ്റ എന്ന് കിട്ടും. This normal force can be resolved into two components, Fx parallel to the direction of jet and Fy normal to the direction. അതായത് ജെറ്റിന് പാരലൽ ആയിട്ടും നോർമൽ ആയിട്ടും ഈ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, രണ്ടായിട്ട് റിസോൾവ് ചെയ്യും. ആ രണ്ട് കമ്പോണന്റും എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, യൂഷ്വലി കോസ് തീറ്റ ആയിരിക്കും. എക്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്താണ്, എഫ് എക്സ് ഈക്വൽ ടു F1 സൈൻ തീറ്റ. അപ്പൊ ഇവിടെ ഫിഗറിൽ റിസോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് അതിന്റെ ഫിഗർ. അപ്പൊ എഫ് എൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതെന്തായിരിക്കും, സോ ദിസ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് തീറ്റ. സോ എഫ് എക്സ് ഈക്വൽ ടു എഫ് എൻ സൈൻ തീറ്റ ആൻഡ് എഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് എൻ കോസ് തീറ്റ. അപ്പൊ എഫ് എൻ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എഫ് എൻ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താണ്, റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ. സോ റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ വിൽ ബിക്കം റോ എ വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സിമിലർലി എഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് എൻ കോസ് തീറ്റ, ദാറ്റ് ഈസ് റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. So it will become rho a v square sin theta cos theta. In this case also the work done is 0 as the plate is stationary. നമ്മളറിയാം പ്ലേറ്റ് മൂവ് ചെയ്യുന്നില്ല അല്ലെ, സ്റ്റേഷനറി പ്ലേറ്റ് ആണ്, പക്ഷെ ഇൻക്ലൈൻഡ് ആണെന്ന് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. സോ വർക്ക് ഡൺ ഈസ് അഗൈൻ 0. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, റേഷ്യോ ഓഫ് ഡിസ്ചാർജസ് ചോദിക്കുകയാണെങ്കിൽ Q1 by Q2 is equal to 1 plus cos theta by 1 minus cos theta by applying continuity equation. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം ഈ ഒരു റിസൾട്ട് ആണ് ഇമ്പോർട്ടന്റ്. Q1 by Q2 is equal to 1 plus cos theta divided by 1 minus cos theta. അതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ്, ഫോഴ്സ് എക്സെപ്റ്റഡ് ഓൺ എ സ്റ്റേഷനറി കർവ്ഡ് പ്ലേറ്റ്. അതിൽ 3 കേസുകളുണ്ട്. കേസ് 1, ജെറ്റ് സ്ട്രൈക്സ് ദ സെന്റർ ഓഫ് ദ കർവ്ഡ് പ്ലേറ്റ്. ഒരു കർവ്ഡ് പ്ലേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എഗൈൻ കർവ്ഡ് പ്ലേറ്റ് ഫിക്സഡ് ആണ്. കർവ്ഡ് പ്ലേറ്റിന്റെ സെന്ററിലാണ് വന്ന് ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. Component of velocity in the direction of jet is equal to minus v cos theta. അത് ഇവിടെയാണ്, ഈ ഒരു കമ്പോണന്റ് ആണ് ഈ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ സ്ട്രൈക്ക്, ഇങ്ങനെ വെലോസിറ്റി, ഈ വെലോസിറ്റി ഇങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ സമയത്ത് എന്താണ്, മൈനസ് വി കോസ് തീറ്റ അല്ലെ, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. സോ മൈനസ് വി കോസ് തീറ്റ എന്ന് പറയുന്നത് v2x ആണ്. ഇനി അതുപോലെ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ദ ജെറ്റ്. കമ്പോണന്റ് ഓഫ് വെലോസിറ്റി പെർപെൻഡിക്കുലർ ജെറ്റ് എന്ത് വരും, വി സൈൻ തീറ്റ. നമുക്കറിയാം വി സൈൻ തീറ്റ ഇവിടെ ആൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇൻലെറ്റ്, ഇതാണ് എക്സിറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ ജെറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ത് വരും, എഫ് എക്സ് ഈക്വൽ ടു റോ എ വി ഇൻറ്റു v1x മൈനസ് v2x. അല്ലെ, എക്സ് ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് നേരത്തെ പറഞ്ഞു. സോ ഇറ്റ് വിൽ ബിക്കം റോ എ വി ഇൻറ്റു ഇനീഷ്യൽ v1x മൈനസ് v2x. ഓക്കെ, v1x എന്താ, v1x ഇനീഷ്യൽ വെലോസിറ്റി v ആണ്, അവിടെ നമ്മൾ റിസോൾവ് ചെയ്യുന്നില്ല. ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ ടേൺ ചെയ്ത് പോകുമ്പോഴാണ് അതെന്ത് തീറ്റ ആംഗിളിലേക്ക് ഡിഫ്ലക്ട് ആവുന്നത്. സോ v മൈനസ് ഓഫ് എന്താണ് v2x എന്താ, മൈനസ് v cos theta. ഇവിടെ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ v മൈനസ് ഓഫ് മൈനസ് v cos theta will become rho a v square into 1 plus cos theta. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ fy is equal to rho a v into v1y minus v2y.
v1/0 ആയിരിക്കും. കാരണം എക്സ് ഡയറക്ഷനിലാണ് ജെറ്റ് എന്ത് ചെയ്യുന്നത്, ജെറ്റ് വരുന്നത് തന്നെ എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ y കമ്പോണന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. പക്ഷെ എക്സിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് v sin theta. So rho a v into 0 minus v sin theta will become minus rho a v square into sin theta. ഓക്കെ, ഇനി അതിനകത്ത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ ജെറ്റ് പറയുന്നത് 180 മൈനസ് തീറ്റ. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ ഇവിടെ തീറ്റയാണ് എന്ത്, നമ്മളുടെ ആംഗിൾ മേഡ് ബൈ ജെറ്റ് വിത്ത് ദ പ്ലേറ്റ് എന്താണ്, തീറ്റയാണ്. പക്ഷെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്, ഇറ്റ് ഈസ് 1 മൈനസ് തീറ്റ. ഇതാണ് ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, 180 മൈനസ് തീറ്റ. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യനിൽ തരുന്ന സമയത്ത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ അതെന്താണ്, 180 മൈനസ് തീറ്റയാണ്. ഡയറക്റ്റ് ആയിട്ട് തീറ്റ എടുത്ത് ചെയ്യരുത്. ഇഫ് ദേ ആർ സെയിങ് ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ 180 മൈനസ് തീറ്റ ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ്, ജെറ്റ് സ്ട്രൈക്സ് ദ കർവ്ഡ് പ്ലേറ്റ് അറ്റ് വൺ എൻഡ് ടാൻജൻഷ്യലി വെൻ പ്ലേറ്റ് ഈസ് സിമെട്രിക്കൽ. പ്ലേറ്റ് സിമെട്രിക്കൽ ആണ്, ഫിക്സഡ് ആണ്. ജെറ്റ് ഒരു എന്താണ്, പ്ലേറ്റിന്റെ ഒരു ടിപ്പിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. സ്ട്രൈക്ക് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആണ്. ഇപ്പൊ ഈ മൂന്ന് കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, വാട്ട് അബൌട്ട് എഫ് എക്സ്, ദ ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ ഫ്ലൂയിഡ് ഇൻ ദ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻസ് ആർ എഫ് എക്സ് ഈക്വൽ ടു റോ എ വി ഇൻറ്റു വി വൺ എക്സ് മൈനസ് വി ടു എക്സ്. നേരത്തെ ഇതുപോലെ തന്നെ റോ എ വി ഇൻറ്റു എന്താണ്, ഇവിടെ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് തന്നെ തീറ്റ ഡയറക്ഷനിലാണ്. അപ്പൊ അവിടെ എന്താണ്, ഇവിടെ ഒരു എക്സ് കമ്പോണന്റ് വരും, ഒരു വൈ കമ്പോണന്റ് വരും. സോ എക്സ് കമ്പോണന്റ് എന്താ, വി കോസ് തീറ്റ. വൈ കമ്പോണന്റോ, എക്സ് കമ്പോണന്റ്. അപ്പൊ ആദ്യം നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, വി വൺ എക്സ് മൈനസ് വി ടു എക്സ്. റോ എ വി ഇൻറ്റു വി കോസ് തീറ്റ മൈനസ് വി ടു എക്സ്. എന്താ, ഇവിടെ വി ടു എക്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ടു എക്സ് എന്ന് പറയുന്നത് വി കോസ് തീറ്റ ആണ്. ദാറ്റ് ഈസ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പൊ മൈനസ് വി കോസ് തീറ്റ എന്നാണ് വരിക അല്ലെ. അപ്പൊ ഇവിടെ പ്ലസ് വി കോസ് തീറ്റ മൈനസ് വി കോസ് തീറ്റ. അപ്പൊ എന്ത് വരും, രണ്ടും കൂടെ പ്ലസ് ആവും. സോ ഫൈനലി വി വിൽ ബി ഗെറ്റിംഗ് 2 ഇൻറ്റു rho a v square into cos theta. Similarly, fy is equal to v1y minus v2y. That is rho a v into v sin theta minus v sin theta. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ഇവിടെയും മുകളിലേക്കാണ് v sin theta, ഇവിടെയും എന്താണ്, മുകളിലേക്കാണ് v sin theta. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, മൈനസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കേസ് നമ്പർ 2. Okay, next case number 3. Jet strikes the curved plate or vane at one end and tangentially when the plate is symmetrical. Okay. Figure over right side. In this case, as the plate is symmetrical about the x-axis, therefore the angles made by the tangents drawn at the inlet and outlet tips of the plate with the x-axis will be different. അതായത് ഈ ഇൻലെറ്റിലും അതുപോലെ തന്നെ എക്സിറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടാൻജന്റ് വരച്ചിട്ടുണ്ട് അല്ലെ. പ്ലേറ്റിന്റെ ഇൻലെറ്റിലും അതുപോലെ തന്നെ എക്സിറ്റിലും ടാൻജന്റ് വരച്ചിട്ടുണ്ട്. സോ ദ ടാൻജൻസ് ഡ്രോൺ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടിപ്പ് ഓഫ് ദ പ്ലേറ്റ് വിത്ത് എക്സ് ആക്സിസ് വിൽ ബി ഡിഫറെന്റ്. സോ ദ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് എന്ത് വരും, v1 x ഈക്വൽ ടു v cos തീറ്റ ആൻഡ് ദ കമ്പോണന്റ് ഓഫ് y ഈസ് ഈക്വൽ ടു v sin തീറ്റ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. The component of velocity at the exit v2x equal to minus v cos phi and v2y is equal to v sin phi. അപ്പോ ഇവിടെ എന്താണ്, ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്, ഇത് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഫൈ ആണ്. അപ്പൊ രണ്ടും രണ്ടാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു ഡയറക്ഷനിൽ എക്സും ഒരു ഡയറക്ഷനിൽ തീറ്റയും അടുത്ത ഡയറക്ഷനിൽ എന്താണ്, ഫൈ ആണ്. സോ നമ്മൾ എന്ത് v1 എക്സും v2 എക്സും വേറെ വേറെ എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നേരത്തെ ഇക്വേഷൻ തന്നെയാണ്, എഫ് എക്സ് ഈക്വൽ ടു റോ എ വി ഇൻറ്റു വി വൺ എക്സ് മൈനസ് വി ടു എക്സ്. ദാറ്റ് ഈസ് റോ എ വി ഇൻറ്റു വി കോസ് തീറ്റ മൈനസ് വി കോസ് പൈ. എന്ത് വരും, റോ എ വി സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് പൈ. സിമിലർലി എഫ് വൈ ഇസ് ഈക്വൽ ടു റോ എ വി ഇൻറ്റു വി വൺ ബൈ മൈനസ് വി ടു ബൈ. ദാറ്റ് ഈസ് റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് സൈൻ പൈ എന്ന് വരും. അതാണ് മൂന്നാമത്തെ കേസ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിക്സഡ് പ്ലേറ്റിന്റെ കേസാണ്. അതിനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേഷനറി പ്ലേറ്റ്, കർവ്ഡ് പ്ലേറ്റ് റിഗാർഡിംഗ് ദ ജോമെട്രി ഓഫ് ദ പ്ലേറ്റ്. ഈ പ്ലേറ്റിന്റെ പൊസിഷൻ ഒന്നാമത് നമ്മൾ നോർമൽ അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിട്ടുള്ള പഠിച്ചു, രണ്ടാമത് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ. ഈ കർവ്ഡ് പ്ലേറ്റിലാകുമ്പോൾ 3 കേസാണ് ഡിസ്കസ് ചെയ്തത്. ജെറ്റ് സ്ട്രൈക്സ് അറ്റ് സെന്റർ, ജെറ്റ് സ്ട്രൈക്സ് ടാൻജൻഷ്യലി അറ്റ് വൺ എൻഡ്, ജെറ്റ് സ്ട്രൈക്സ് അറ്റ് വൺ എൻഡ്. അപ്പൊ രണ്ടാമത്തെ കേസിൽ എന്താണ്, പ്ലേറ്റ് സിമെട്രിക്കലാണ്, മൂന്നാമത്തേത് അസിമെട്രിക്കലാണ്. അപ്പൊ സിമെട്രിക്കൽ ആയതുകൊണ്ടാണ് നമ്മൾ തീറ്റ തന്നെ എടുത്തത്. ഓക്കെ,
ഇനി അസിമെട്രിക്കൽ ആകുമ്പോൾ എന്താണ്, നമ്മൾ തീറ്റയും ഫൈയും അണീവൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ദ ടാൻജൻസ് ഇൻ എക്സ് ഡയറക്ഷൻ, tangent at the inlet as well as at the exit are making two different angles. One is theta, the other one is phi. അതുകൊണ്ടാണ് theta and phi എന്ന് പറയുന്ന രണ്ട് ആംഗിൾസ് ഇവിടെ വന്നത്. സോ ഇതാണ് നമുക്ക് ഫിക്സഡ് പ്ലേറ്റിന്റെ സമ്മറി വരുന്നത്. ഇനി അടുത്തത് ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ ജെറ്റ് ഓൺ ദ മൂവിംഗ് പ്ലേറ്റ്. അപ്പോൾ ഇവിടെ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, മൂവിംഗ് ആണ്. അപ്പൊ സ്റ്റേഷനറി പ്ലേറ്റിന്റെ കേസ് നമുക്ക് എല്ലാം വർക്ക് ഡൺ സീറോ ആണ്, കാരണം പ്ലേറ്റ് മൂവ് ചെയ്യുന്നില്ല. ഇവിടെ അതായത് പ്ലേറ്റ് മൂവ് ചെയ്യുന്ന കേസ് വരുമ്പോൾ എന്താണ്, there will be work done component will be there. So let V is equal to absolute velocity of jet, A is the cross sectional area of the jet, and U is the velocity of flat plate held normal to the jet. ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെയിൻ വെലോസിറ്റി ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. That is represented by small letter u. The relative velocity with which the jet strikes the plate is v minus u. അല്ലെ, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ജെറ്റ് വെലോസിറ്റി v ആണ്. അതേപോലെ തന്നെ വെയിൻ വെലോസിറ്റി യു ആണ്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ത് വരും, വി മൈനസ് യു. മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് റോ എ വി ആയിരുന്നു നേരത്തെ, ഇവിടെ എന്തായി, റോ എ ഇൻറ്റു വി മൈനസ് യു എന്ന് വരും. ദെൻ ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ്, ദാറ്റ് ഈസ് എഫ് എക്സ് ഈക്വൽ ടു എന്താണ്, റോ എ ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു വി മൈനസ് യു ആണ് ഇനീഷ്യൽ വെലോസിറ്റി, മൈനസ് ഫൈനൽ വെലോസിറ്റി എന്താ, സീറോ ആണ്. കാരണം ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് സെറ്റ് സീറോ ആണ് നേരത്തെ പോലെ. സോ നേരത്തെ ഫസ്റ്റ് കേസിൽ റോ എ വി സ്ക്വയർ ആയിരുന്നു, അതിന് പകരം ഇവിടെ എന്താണ്, റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ, അത്ര ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഡൺ കമ്പോണന്റും കൂടെ വരുന്നുണ്ട്, കാരണം പ്ലേറ്റ് ഈസ് ഓൾസോ മൂവിങ്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ ബോഡി മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ എന്ത് വരും, റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു യു എന്ന് വരും അല്ലെ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇനി രണ്ടാമത്തെ കേസ്, ഫോഴ്സ് എക്സെപ്റ്റഡ് ഓൺ എ മൂവിംഗ് പ്ലേറ്റ് ഹെൽഡ് ഇൻക്ലൈൻ ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. അഗൈൻ തീറ്റ എന്ന് പറയുന്ന ആംഗിളും കൂടെ അവിടെ വരും, ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ റിലേറ്റീവ് വെലോസിറ്റി ഈസ് അഗൈൻ വി മൈനസ് യു. മാസ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ് ഈസ് റോ എ ഇൻറ്റു വി മൈനസ് യു. ദെൻ ദ ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ ജെറ്റ് എന്ത് വരും, എഫ് എൻ റോ എ വി ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു വി മൈനസ് യു സൈൻ തീറ്റ മൈനസ് സീറോ. നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ വി മൈനസ് യു എന്ന് പറയുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള റിലേറ്റീവ് വെലോസിറ്റിയും കൂടെ വരുന്നെന്ന് മാത്രം. So finally we will be getting rho a into v minus u whole square into sin theta. ഇനി ആ എഫ് എൻ നമ്മൾ എന്ത് ചെയ്തു, എഫ് എക്സും അതുപോലെ തന്നെ എഫ് വൈ ആയിട്ട് നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ ഒന്ന് എഫ് എൻ സൈൻ തീറ്റ, മറ്റേത് എന്താണ് എഫ് എൻ കോസ് തീറ്റ. ഓക്കെ, സോ റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ആൾറെഡി അവിടെ ഉണ്ട്. ഇൻറ്റു സൈൻ തീറ്റ കൂടെ വരുമ്പോൾ എന്ത് വരും, റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. സിമിലർലി എഫ് വൈ വിൽ ബി റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഫോഴ്സ്. വർക്ക് ഡൺ എന്തായിരിക്കും, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു യു. ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് കമ്പോണന്റ് ആണ് നമ്മൾ വർക്ക് ഡൺ എടുക്കുന്നത്, ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇൻ മൂവിംഗ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ്. ഓക്കെ, ഇനി അടുത്തത് ഫോഴ്സ് എക്സെപ്റ്റഡ് ഓൺ എ കർവ്ഡ് പ്ലേറ്റ് വെൻ പ്ലേറ്റ് ഈസ് മൂവിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. മൂന്നാമത്തെ കേസ് കർവ്ഡ് പ്ലേറ്റ് ആണ്. കർവ്ഡ് പ്ലേറ്റിലെ സെന്ററിലാണ് ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഡയറക്ഷനിലേക്കും ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്ലേറ്റ് ഈസ് ഓൾസോ മൂവിങ്. അപ്പോൾ സിംഗിൾ വെയിന്റെ കേസാണ് നമ്മൾ എടുക്കുന്നത്, സിംഗിൾ കർവ്ഡ് പ്ലേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ വെൻ ദ ജെറ്റ് സ്ട്രൈക്ക് ദ മൂവിംഗ് പ്ലെയിൻ, മൂവിംഗ് വെയിൻ, എഫക്റ്റീവ് ദ വെലോസിറ്റി ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി വി മൈനസ് യു. നമുക്കറിയാം component of this velocity in the direction of jet is equal to minus of v minus u cos theta. Okay, then negative sign indicates that the component is in the direction opposite to that of jet. Okay, jet in the direction of moving in the opposite ലാണ് എന്ത് ചെയ്യുന്നത്, velocity യുടെ component വരുന്നത്. That is why it is taken as minus. Mass of striking, mass of fluid striking the plate rho a into v minus u. നമുക്കറിയാം. Then force exerted by the jet fx equal to rho a into v minus u into ഇനീഷ്യൽ വെലോസിറ്റി വി മൈനസ് യു ആണ്. റിസോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് വരും, കമ്പോണന്റ് വിൽ ബി മൈനസ് ഓഫ് വി മൈനസ് യു കോസ് തീറ്റ, മൈനസ് മൈനസ് പ്ലസ് വരും. സോ റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ വിൽ ബി എഫ് എക്സ്. ഇനി വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണെങ്കിലോ എഫ് എക്സ് ഇൻറ്റു യു, ദാറ്റ് ഈസ് റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ദ വെയിൻ വെലോസിറ്റി. എന്താണ് വെയിൻ വെലോസിറ്റി ഈസ് യു. ദെൻ കൈനറ്റിക് എനർജി ഓഫ് ദ ഇഷ്യൂയിങ് ജെറ്റ്. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താ, ഹാഫ് എം വി സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ഹാഫ് ഇൻറ്റു റോ എ ഇൻറ്റു വി സ്ക്വയർ, ദാറ്റ് ഈസ് ഹാഫ് റോ എ വി ക്യൂബ് എന്ന് വരും. ഇനി
എഫിഷ്യൻസി നമ്മൾ പറയുകയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. എഫിഷ്യൻസി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്ന വർക്ക് അല്ലെ. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ജെറ്റിന്റെ കൈനറ്റിക് എനർജി, അതിന്റെ വെലോസിറ്റി കാരണം ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയാണ്. അപ്പൊ രണ്ടിന്റെ റേഷ്യോ എടുക്കുമ്പോൾ 2 ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു യു ഡിവൈഡഡ് ബൈ വി ക്യൂബ് എന്ന് വരും. ദാറ്റ് ഈസ് ദ എഫിഷ്യൻസി. അതായത് ജെറ്റ് സ്ട്രൈക്കിംഗ് എ കർവ്ഡ് പ്ലേറ്റ് when the plate is moving in the direction of ജെറ്റിൽ സിംഗിൾ വേന്റെ കേസിൽ എഫിഷ്യൻസി ഈക്വൽ ടു 2 ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു യു ഡിവൈഡഡ് ബൈ വി ക്യൂബ്. ഇനി എഫിഷ്യൻസി മാക്സിമം ആവുന്ന എപ്പോഴാണ് ഡി ഈറ്റ ഡിവൈഡഡ് ബൈ ഡി യു. ഈ ഒരു ഹോൾ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു ഡി യു ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇക്വേറ്റ് ടു 0 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് ആ കണ്ടീഷനാണ് കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റി. അത് നമുക്ക് ചെയ്തു വരുമ്പോൾ യു ഈസ് ഈക്വൽ ടു വി ബൈ 3 എന്ന് കിട്ടും അല്ലെ. വെയിൻ വെലോസിറ്റി ഈക്വൽ ടു 1/3 ഓഫ് ദ ജെറ്റ് വെലോസിറ്റി. സോ ദാറ്റ് ഈസ് കേസ് നമ്പർ 1. രണ്ടാമത്തെ കേസ് സീരീസ് ഓഫ് വെയിൻസ്. ഇൻ ദിസ് കേസ് ദർ ഈസ് ആൾവേസ് വൺ വെയിൻ ഓർ ദ അതർ ഫേസിംഗ് ദ ജെറ്റ്. That is curved veins mounted equidistantly around the periphery of a wheel and the entire fluid is utilized. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് ഈ ഒരു റൊട്ടേറ്റിംഗ് വീലിന്റെ പെരിഫറിയിലാണ് എന്ത് ചെയ്യുന്നത് വെയിൻസ് എല്ലാം മൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ജെറ്റ് ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് പുഷ് ആവും. ഇങ്ങോട്ട് പുഷ് ആകുമ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ ഒരു വെയിൻ എന്ത് ചെയ്യും, ഈ ഒരു പൊസിഷനിലേക്ക് വന്ന് നിൽക്കും. അപ്പൊ വീണ്ടും അതിനെ സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അടുത്ത് വരും. അങ്ങനെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഈ ജെറ്റിന്റെ ഫ്രണ്ടിൽ എന്തുണ്ടാവും, എപ്പോഴും ഒരു വെയിൻ അവിടെ ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്. ദ മാസ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ് ദ വെയിൻസ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു റോ എ വി. നമുക്കറിയാം ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ ജെറ്റ് ഓൺ ദ വെയിൻ ഈസ് ഈക്വൽ ടു എഫ് എക്സ്. ദാറ്റ് ഈസ് റോ എ വി ഇൻറ്റു വി മൈനസ് യു മൈനസ് വി മൈനസ് യു ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ദാറ്റ് ഈസ് റോ എ വി ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇനി വർക്ക് ഡൺ ആവുമ്പോഴോ എഫ് എക്സ് ഇൻറ്റു യു, ദാറ്റ് ഈസ് റോ എ വി ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു വെലോസിറ്റി ഓഫ് വെയിൻ. വെലോസിറ്റി വെയിൻ എത്രയാണ്, യു ആണ്. ദെൻ കൈനറ്റിക് എനർജി സപ്ലൈഡ് ബൈ ദ ജെറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് റോ എ വി ക്യൂബ്. എഫിഷ്യൻസി എടുക്കുന്ന സമയത്ത് വർക്ക് ഡൺ ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2u ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. അപ്ലൈയിങ് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി വിച്ച് അപ്പോൺ സിംപ്ലിഫിക്കേഷൻ വിൽ ഗീവ് വെയിൻ വെലോസിറ്റി ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ജെറ്റ് വെലോസിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, നേരത്തെ കേസിൽ എന്തായിരുന്നു, വെയിൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1/3 ഓഫ് ദ ജെറ്റ് വെലോസിറ്റി ആയിരുന്നു, വി ബൈ 3 ആയിരുന്നു. ഇവിടുത്തെ കേസിൽ എന്താ, സീരീസ് ഓഫ് വെയിനില് യു ഈസ് ഈക്വൽ ടു വി ബൈ 2. സോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാതെ. Hence, for maximum efficiency of the wheel, the jet peripheral speed or jet velocity, the vein velocity is 1/2 the velocity of the jet. ഈ മാക്സിമം എഫിഷ്യൻസി വാല്യൂ എത്രയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂസിക്കൽ വി ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2. അതാണ് മാക്സിമം എഫിഷ്യൻസി ഫോർ എ സീരീസ് ഓഫ് വെയിൻസ്. When theta equal to 0, that is the veins are having semicircular geometry, maximum efficiency will be എന്ത് വരും, 1 plus cos theta by 2 തീറ്റ 0 കൊടുക്കുമ്പോൾ എന്ത് വരും, cos 0 1 ആണ് അല്ലേ. സോ 1 plus 1 2, 2 by 2 1. അപ്പോൾ എഫിഷ്യൻസി 100% ആവും. തിയററ്റിക്കൽ ആണ്, എപ്പോഴും പ്രാക്ടിക്കൽ കേസിലല്ല. പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് 100% എഫിഷ്യൻസി പോസിബിൾ അല്ല. So theoretical efficiency of wheel when veins are semicircular is 100%. This concept of having veins of semicircular configuration is utilized in the design of brackets for the Pelton wheel. ഇവിടെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷന്റെ റേഞ്ച് വരുന്നത് 160 to 170 ആണ്. എന്താണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ വരുന്നത്. ഇനി അടുത്ത കേസ്, ജെറ്റ് സ്ട്രൈക്കിംഗ് എ മൂവിംഗ് കർവ്ഡ് പ്ലെയിൻ ടാൻജൻഷ്യലി അറ്റ് വൺ ടിപ്പ് ആൻഡ് ലീവിംഗ് ദ അതർ. നേരത്തെ കേസ് പോലെ തന്നെയാണ്, ടാൻജൻഷ്യൽ ആണ്. ഇവിടെ എന്താണ്, വെയിൻ മൂവിംഗ് ആണ്. ഓക്കെ, ജെറ്റ് ഈസ് സ്ട്രൈക്കിംഗ് അറ്റ് ദ വൺ എൻഡ് ഓഫ് ദ കർവ്ഡ് പ്ലേറ്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ കേസ് വരുന്നത് സിംഗിൾ വെയിൻ ആണ്. സിംഗിൾ വെയിനിൽ നമുക്ക് പാരാമീറ്റേഴ്സ് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. V1 V2 അബ്സൊല്യൂട്ട് വെലോസിറ്റി ഓഫ് ജെറ്റ് ആണ്. U1 U2 എന്ന് പറയുന്നത് വെയിൻ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. 1ഉം 2 എന്താണ്, 1 എന്ന് പറയുന്നത് ഇൻലെറ്റും 2 എന്ന് പറയുന്നത് എക്സിറ്റും. VR1 VR2 relative velocities, VF1 VF2 flow velocities and VW1 VW2 world velocity. Theta and phi are the vein angles, alpha and beta are the guide blade angles. Guide blade ആംഗിളും അതുപോലെ വെയിൻ ആംഗിളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. തീറ്റ ഫൈ എന്ന് പറയുന്നത് വെയിൻ ആംഗിളും ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഗൈഡ് ബ്ലേഡ് ആംഗിളും ആണ്. So when the surface of the vein is smooth, എന്തായിരിക്കും, relative velocity at the inlet equal to exit. അതായത് ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാവില്ല. When peripheral velocity at the inlet and outlet are also equal, U1 is equal to U2. അതായത് സ്മൂത്ത് ആകുമ്പോൾ എന്താണ്, ഫ്രിക്ഷൻ ഇല്ല. റിലേറ്റീവ് വെലോസിറ്റീസും ഈക്വൽ ആയിരിക്കും, വെയിൻ വെലോസിറ്റീസും ഈക്വൽ ആയിരിക്കും.
ഇനി മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ വെയിൻ പെർ സെക്കൻഡ് റോ എ ഇൻറ്റു വി ആർ വൺ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസിൽ ഇങ്ങനെയുള്ള കേസിൽ എന്താണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ആണ് എടുക്കുന്നത്. സിമ്പിൾ വെലോസിറ്റിക്ക് പകരം റോ എ ഇൻറ്റു വി ആർ വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു വേൾഡ് വെലോസിറ്റിയുടെ അഡീഷൻ വെൻ ബീറ്റ ഈസ് അക്യൂട്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ 90 ഡിഗ്രിക്ക് കുറവാണെന്നുണ്ടെങ്കിൽ എഫ് എക്സ് നമ്മൾ എഴുതുന്നത് എന്താ റോ എ ഇൻറ്റു വി ആർ വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു. ബീറ്റ 90 ആകുമ്പോഴോ ബീറ്റ 90 ആവുന്ന സമയത്ത് വി ഡബ്ല്യു ടു 0 ആയിരിക്കും. ഇപ്പൊ കോസ് ബീറ്റ ആണ് വരുന്നത്, കോസ് 90 എത്രയാണ് 0 ആണ്. സോ വി ഡബ്ല്യു ടു വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ എഫ് എക്സ് എന്ത് വരും എഫ് എക്സ് ഈക്വൽ ടു റോ എ ഇൻറ്റു വി ആർ വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ. ആൻഡ് ബീറ്റ ഒപ്റ്റ്യൂസ് ഗ്രേറ്റർ 90 ആകുമ്പോഴോ റോ എ ഇൻറ്റു വി ആർ വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ മൈനസ് വി ഡബ്ല്യു ടു. ഒപ്റ്റ്യൂസ് ആകുമ്പോൾ മൈനസ്, അക്യൂട്ട് ആകുമ്പോൾ പ്ലസ്, ബീറ്റ ആകുമ്പോൾ 90 ആവുന്ന സമയത്ത് എന്താണ് വി ഡബ്ല്യു ടു കമ്പോണന്റ് 0 ആണ്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എഫ് എക്സ് ഈക്വൽ ടു റോ എ ഇൻറ്റു വി ആർ വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു. വർക്ക് ഡൺ ചെയ്യുമ്പോൾ എന്ത് വരും വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് റോ എ വി ആർ വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു യു. വർക്ക് ഡൺ ചെയ്യുമ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ്. യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ റോ ജി എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും ഫൈനലി വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ് വിൽ ബി ഈക്വൽ ടു 1/g into VW1 plus or minus VW2 into U എന്ന് വരും. സോ ദാറ്റ് ഈസ് കേസ് നമ്പർ 1. രണ്ടാമത്തെ കേസിൽ ഫോഴ്സ് എക്സെപ്റ്റഡ് ഓൺ എ സീരീസ് ഓഫ് റേഡിയൽ കർവ്ഡ് വെയിൻസ്. റേഡിയൽ കർവ്ഡ് വെയിൻസ് ഒരുപാട് റേഡിയൽ കർവ്ഡ് വെയിൻസ് ഉണ്ട്, അതെല്ലാം ഒരു പെരിഫറയിൽ ഇങ്ങനെ മൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോഴ്സ് എക്സെപ്റ്റഡ് നോക്കാം. ഇവിടെ ഒരു വീലിലാണ് ഇതെല്ലാം മൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ വീലിന്റെ ആംഗുലർ വെലോസിറ്റി ഉണ്ടാവും, അതുപോലെ വീലിന്റെ ഇന്നർ റേഡിയസ്, അതുപോലെ വീലിന്റെ ഔട്ടർ റേഡിയസ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഒരു ബ്ലേഡിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് ഇവിടെ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കും. ഇൻലെറ്റിലും അതുപോലെ എക്സിറ്റിലും നമ്മൾ രണ്ട് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കും. സോ ലെറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലർ സ്പീഡ് ഓഫ് ദ വീൽ ആൻഡ് R1 and R2 radii of the wheel at the inlet and outlet of the vane respectively. As the vanes are situated radially around the wheel, the blade velocities at the inlet and outlet tips of the vane should be different. അതായത് രണ്ടും രണ്ട് റേഡിയസ് ആണ്. ഓക്കെ, ഇവിടെ ഒരു റേഡിയസ് ആണ്, ഇവിടെ R1 എന്ന് പറയുന്ന ഇൻലെറ്റ് റേഡിയസ്, എക്സിറ്റ് വരുന്ന R1 ആണ്. സോ V is equal to R ഒമേഗ. പക്ഷെ R1 ഡിഫറെന്റ് ആയതുകൊണ്ട് ലീനിയർ വെലോസിറ്റി അല്ലെങ്കിൽ വെയിൻ വെലോസിറ്റി വിൽ ബി ഡിഫറെന്റ് at the inlet and as well as at the exit. Mass of water striking the person equal to striking per second is equal to rho a into v1. Okay, ഈ momentum എന്ത് വരും rho a v1 into vw1. Momentum of water striking the vane in tangential direction per second at the inlet is equal to rho a v1 into vw1, where vw1 is equal to v1 cos alpha. നമ്മളിവിടെ v1 നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാവും v1 is making an angle of alpha with the direction of jet. So v1 cos alpha എന്ന് പറയുമ്പോൾ എന്ത് വരും vw1. Similarly, momentum of water per second at the outlet is equal to minus rho a v1 into vw2, where the minus sign is taken as v2 at the outlet is in opposite direction. Opposite direction ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് എടുത്തത്. vw2 is equal to എന്താണ് v2 cos beta വരും. ഇവിടെ v1 cos alpha വന്ന പോലെ എക്സിറ്റിൽ v2 cos beta വരും vw2. ഇനി ആംഗുലർ മൊമെന്റം പെർ സെക്കൻഡ് അറ്റ് ദ ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് മൊമെന്റത്തിനാണ് ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത്. സോ മൊമെന്റം അറ്റ് ദ ഇൻലെറ്റ് ഇൻറ്റു റേഡിയസ് അറ്റ് ദ ഇൻലെറ്റ്. അപ്പൊ എന്ത് വരും റോ എ v1 ഇൻറ്റു vw1 ഇൻറ്റു r1 ആണ് ഇൻലെറ്റിലെ റേഡിയസ്. അതേപോലെ എക്സിറ്റിൽ ചെയ്യുമ്പോൾ മൈനസ് റോ എ v1 ഇൻറ്റു vw2. ഇവിടെ r1 പകരം ഇവിടെ r2 വന്നു അല്ലെ. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ടോർക്ക് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം നമ്മൾ നേരത്തെ മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. Torque exerted by the water on the wheel is equal to rate of change of momentum, that is rho a v1 into vw1 r1 plus vw2 r2. മൈനസ് ചെയ്യുമ്പോഴേ ഈ മൈനസും ഇവിടെയുള്ള മൈനസ് ഓഫ് ഈ മൈനസും കൂടെ പ്ലസ് വരും. അങ്ങനെയാണ് vw1 r1 plus vw2 r2 വന്നത്. ഇനി വർക്ക് ഡൺ എന്താ വർക്ക് ഡൺ is equal to the popular equation is torque into angular velocity. ടോർക്ക് നമുക്ക് ആൾറെഡി കിട്ടി. rho a v1 into vw1 into r1 plus vw2 r2 into angular velocity. Angular velocity എന്താ ഒമേഗ is equal to ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് u1 is equal to omega r1 and u2 is equal to omega r2. Okay, so vw1 into u1 എന്ത് ചെയ്തു വെലോസിറ്റി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ vw1 into u1 plus vw2 into u2 ആണ് വരിക. ഓക്കെ, അതായത് ഇവിടെ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r1 ഇൻറ്റു ഒമേഗ u1,
R2 into omega U2. In the case when beta is obtuse angle that is greater than 90, work done എന്ത് വരും VW1 rho A into V1 into VW1 U1 minus VW2 into U2. നേരത്തെ ഉണ്ടാവില്ല obtuse ആവുന്ന സമയത്ത് മൈനസ് വരും, acute ആകുമ്പോൾ പ്ലസ് വരും, ഈക്വൽ ടു 90 ആകുമ്പോൾ എന്ത് വരും VW2 0 ആയിട്ട് പോകും. സോ ഫൈനലി rho A into V1 into VW1 U1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ബീറ്റ 90 ആകുമ്പോൾ VW2 is equal to 0 because of the radial discharge at the outlet. ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് വരും rho A into V1 into VW1 U1 plus or minus VW2 U2 is the expression for work done in the case of series of vanes that is mounted radially. Okay, ഒരു വീലിൽ റേഡിയലി എന്ത് ചെയ്തിട്ടുണ്ട് മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി എഫിഷ്യൻസി വരികയാണെങ്കിൽ എന്ത് വരും എഫിഷ്യൻസി ഓഫ് ദ റേഡിയൽ കർവ്ഡ് വെയിൻ ഈസ് 2 into VW1 U1 plus or minus VW2 divided by V1 square. നമ്മുടെ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക. ഇതിന്റെ ഒരു ഡെറിവേഷൻ ഒന്നും നമുക്ക് സ്കോപ്പ് ഇല്ല, കാരണം നമ്മൾ MCQ ആണ് പഠിക്കുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ ദ കണ്ടീഷൻ ഓഫ് മാക്സിമം എഫിഷ്യൻസി, എന്താണ് മാക്സിമം എഫിഷ്യൻസി എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പൊ ഇതിനെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ സമ്മറി ഓഫ് ദ മൂവിംഗ് പ്ലേറ്റ്. അപ്പൊ നേരത്തെ നമ്മൾ ഫിക്സഡ് പ്ലേറ്റിന് ഒരു നമ്മൾ സമ്മറി കൊടുത്തിരുന്നു, അതുപോലെ തന്നെ മൂവിംഗ് പ്ലേറ്റിന്റെ സമ്മറി വരികയാണെങ്കിൽ force exerted by jet of water on a moving plate in the direction of jet ഇത് വരും rho A into V minus U whole square for a moving vertical plate. ഇനി അതേസമയം ആ ഒരു മൂവിംഗ് പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആണെങ്കിലോ ഒരു സൈൻ സ്ക്വയർ തീറ്റ കൂടെ വരും. ഇനി അതേസമയം കർവ്ഡ് പ്ലേറ്റ് ആണ് അതിന്റെ സെൻട്രലാണ് ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ rho A into V minus U whole square into 1 plus cos theta. ഓക്കെ, ഇനി അതേസമയം ജെറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്സ് എ കർവ്ഡ് മൂവിംഗ് പ്ലേറ്റ് at one of the tips and comes curved at the outlet on a jet of water strike a curved moving vein at one of its tips and comes curved out of at the outer tip. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോഴ്സ് എക്സെട്ര എന്തായിരിക്കും Fx equal to rho A into VR1 into VW1 plus or minus VW2. അതിൽ വർക്ക് വരുമ്പോൾ എന്താണ് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ വെലോസിറ്റി ഇൻറ്റു യു ചെയ്യും. ഇനി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് ബീറ്റ അക്യൂട്ട് ആണെങ്കിൽ പോസിറ്റീവ്, ഒപ്റ്റ്യൂസ് ആണെങ്കിൽ നെഗറ്റീവ്, ബീറ്റ ഈസ് ഈക്വൽ 0 ആണെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ 90 ആണെങ്കിൽ എന്തായിരിക്കും VW2 will be equal to 0. ഇനി വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ ന്യൂട്ടൺ ഓഫ് ദ ഫ്ലൂയിഡ് എൻ ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും 1/g into VW1 plus VW2 into U. നേരത്തെ കണ്ടതാണത്, ഞാൻ എഴുതിയേ ഉള്ളൂ. At the same time, for a series of vanes, force exerted Fx equal to rho A V1 into VW1 plus or minus V2. Work done ആകുമ്പോൾ എന്ത് വരും into U കൂടെ വരും. Then work done per second per n of the fluid എന്ന് പറഞ്ഞാൽ എന്താ per unit weight of the fluid. Okay, 1/g into VW1 plus VW2 into U. For a series of radial curved veins അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ത് വരും rho A V1 into VW1 U1 plus or minus VW2 U2. At the same time, efficiency expression will become 2 into VW1 U1 plus or minus VW2 divided by V1 square. ഫൈനൽ എക്സ്പ്രഷൻ മാത്രം നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഫോഴ്സ് എക്സെപ്റ്റഡ് അതുപോലെ തന്നെ വർക്ക് ഡൺ ഒക്കെ നമുക്ക് ചോദിച്ചു കാണാറുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ബേൾ വെലോസിറ്റി എപ്പോഴാണ് 0 ആവുന്നത് അത് ചോദിക്കാം. പീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോഴാണ് വെയിൻ വെലോസിറ്റി എന്താണ് ബേൾ വെലോസിറ്റി 0 ആവുന്നത്. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ rho A into V minus U whole square മൂവിംഗ് പ്ലേറ്റിന്റെ കേസ് അങ്ങനെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു കാണാറുള്ളൂ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, പിന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, അതായത് വെലോസിറ്റി മാക്സിമം ആവാനുള്ള കണ്ടീഷൻ ഏതാണ് നമ്മൾ നേരത്തെ കണ്ടാണ് അല്ലെ. വെലോസിറ്റി നേരത്തെ നമ്മള് കണ്ടീഷൻ U is equal to V/2 അല്ലെ, അതുപോലെ തന്നെ ഇവിടെ U is equal to V/3 അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലൂയിഡ് മെഷീനറിയുടെ പാർട്ട് 1 ബേസിക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.